പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിജയം നേടിയവർക്ക് MLAയുടെ പുരസ്കാരം. അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. കയറുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം, മന്ത്രി ജി സുധാകരൻ. വിശദമായി. ഇരിഞ്ഞാലക്കുട ലിറ്റിൽ ഫ്ലവർ വിദ്യാലയത്തിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അവാർഡുകൾ സമ്മാനിച്ചു. സമ്മേളനത്തിൽ PTA എക്സിക്യൂട്ടീവ് അംഗം PT ജോർജ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി സെന്ന KS, സ്റ്റാഫ് പ്രതിനിധി മേരി വർഗീസ് എന്നിവർ സംസാരിച്ചു. ഏറ്റവും സവിശേഷമായിട്ടുള്ള എല്ലാ വിദ്യാലയം 100 മെയ് വിജയം കൈവരിച്ചുകൊണ്ട് കേരളത്തിൽ മാതൃകയായിരിക്കുക. ഇത്രമാത്രം ഉന്നതമായ വിജയം കൈവരിച്ചുള്ള, ഉത്കൃഷ്ടമായ വിജയം കൈവരിച്ചുള്ള 100% റിസൾട്ടിന്റെ ആ ശക്തിയും അതിന്റെ ആത്മാവും കുറെ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും നിർഭരമായ 9 കുട്ടികളെ ജയിപ്പിച്ച വിദ്യാലയം ഇന്ന് അഭിമാനത്തിന്റെ വലിയ നിറവേറ്റിരിക്കുകയാണ്. അരിപ്പാലം തിരുഹൃദയ ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വരാപ്പുഴ അതിരൂപിത മെത്രോപൊലീത്ത മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ സ്വീകർമ്മകൾക്ക് നേതൃത്വം നൽകി. ഫാദർ ബൈജു ഇലഞ്ഞിക്കൽ വചന സന്ദേശം നൽകി. ഫാദർ ഫ്രാൻസിസ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തു. റവറൻഡ് ഫാദർ മിൽട്ടൺ കാച്ചപ്പള്ളി, റവറൻഡ് ഫാദർ ജോസഫ് പയ്യപ്പള്ളി, റവറൻഡ് ഫാദർ ഷിജു, വികാരി റവറൻഡ് ഫാദർ ഫ്രാൻസിസ് താനിയസ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. കയറുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്ന് കയർ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. തുമ്പൂരിൽ പുതുതായി ആരംഭിച്ച കയർഫെഡിന്റെ DF മിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകൾ കാരണം കയർഫെഡിന്റെ നഷ്ടം കുറഞ്ഞു വരികയാണെന്നും സംസ്ഥാനത്ത് സ്ഥാപിക്കാൻ പോകുന്ന DF മില്ലുകൾ ആദ്യത്തേതാണെന്ന് തുമ്പൂരിലെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ കയർഫെഡ് മാനേജിംഗ് ഡയറക്ടർ M ബാലഗോപാലൻ പദ്ധതി വിശദീകരണം നടത്തി. ഇരിഞ്ഞാലക്കുട MLA അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു. അമ്പാടി വേണു, KC പ്രേമരാജൻ, ഷീബ നാരായണൻ, സജീവൻ മാസ്റ്റർ, സി മോൻ, ജെയിംസ് ആന്റണി, CR ബോസ് എന്നിവർ പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.